നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൃക്ക തകരാറിലായ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജാൻഷി റോഷനാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ വൃക്ക പ്രവർത്തനക്ഷയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൃക്കകൾ നമ്മുടെ ശരീരത്തിലെ അതിന്റെ പ്രധാന ജോലി നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ റിമൂവ് ചെയ്യുന്നതാണ്. അതിന് പുറമെ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ ഉപ്പിന്റെ എല്ലാം തോത് നിയന്ത്രിക്കുന്നതെല്ലാം വൃക്കകൾ വഴിയാണ്. ഇതിന് പുറമെ ശരീരത്തിലെ ബ്ലഡിന്റെ അളവും ശരീരത്തിലെ എല്ലിന്റെ ബലക്ഷയം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കാൽഷ്യം ഫോസ്ഫറസിന്റെ എല്ലാം നിയന്ത്രണമെല്ലാം ചെയ്യുന്നത് വൃക്കകൾ വഴി തന്നെയാണ്. അപ്പോൾ കിഡ്നി ഫെയിലർ എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി അതിന്റെ പ്രവർത്തനം ഏകദേശം ഒരു 10 മുതൽ 15% വരെ കുറയുന്ന അവസ്ഥക്കാണ് നമ്മൾ കിഡ്നി ഫെയിലർ എന്ന് പറയുന്നത്. ഈ കിഡ്നി ഫെയിലർ ചിലപ്പോൾ സാവകാശം വരുന്നതാകാം, അല്ല വേറൊരു അസുഖവും ഇല്ലാതെ പെട്ടെന്ന് വരുന്നതാകാം. പെട്ടെന്ന് വരുന്നതിന് അക്യൂട്ട് കിഡ്നി ഫെയിലർ എന്ന് പറയും. സാവകാശം കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നതിന് നമ്മൾ ക്രോണിക് കിഡ്നി ഫെയിലർ എന്നും പറയുന്നു. ഇപ്പൊ ഡോക്ടർ, വൃക്ക തകരാറിലാവുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മുടെ അടുത്ത് എത്തുന്ന മിക്ക രോഗികളും പ്രായം കൂടിയ രോഗികളാവാം. ചെറിയ പ്രായത്തിലും കിഡ്നി രോഗങ്ങൾ നമുക്ക് ഉണ്ടാവാൻ പറ്റുന്നതാണ്. അതിൽ പ്രായം കൂടിയ രോഗികളും മിക്ക രോഗികളും ഒരു 100 രോഗികൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 50% രോഗികൾ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് ഷുഗർ കാരണമുണ്ട്. അതിന് പുറമെ ഒരു 10-25% രോഗികൾ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷർ കാരണമാവും. ഈ 70-75% രോഗികൾ ഈ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും കൺട്രോൾ അല്ലാത്തത് കാരണമായിരിക്കും. ഇത് പുറമെയാണ് ബാക്കിയുള്ള ഓരോ കാരണം വെച്ചുണ്ടാകുന്നത്. അതായത് കല്ലിന്റെ രോഗം കാരണമാകാം, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നത് കാരണമാകാം. ഇതിന് പുറമെ കിഡ്നിയുടേതായിട്ടുള്ള പ്രത്യേക രോഗങ്ങൾ ഉണ്ടാകാം. അതായത് ഗ്ലോമറുലർ ഡിസീസ് എന്ന് പറയുന്നത്, അങ്ങനത്തെ അസുഖങ്ങളെല്ലാം കാരണം കിഡ്നിയുടെ രോഗം ഉണ്ടാകാം. ഈ വൃക്കകൾ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാതെ പോവുകയാണെങ്കിൽ അതിനുള്ളൊരു ചികിത്സ എന്താണ്? വൃക്കകൾ പൂർണ്ണമായിട്ട് ചികിത്സിക്കാതെ പോകുമ്പോൾ അത് 2 രീതിയിൽ ഉണ്ടാകാം. ഒന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന രീതിയിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ സാവകാശം വരുന്നതാണ്. 2 ആയാലും നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം അവർക്ക് ഈ വൃക്കകൾ കൂടുതലായിട്ട് വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞത് കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി ഡയാലിസിസ് സപ്പോർട്ട് കൊടുക്കുന്നതായിരുന്നു. ഇതിന് പുറമെ അത് സാവകാശം അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, ക്രോണിക് കിഡ്നി ഇഞ്ചുറി, നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്നത് നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം, അല്ലെങ്കിൽ പാമ്പ് കടി കാരണം, എലിപ്പനി പോലുള്ള അസുഖം കാരണം. അപ്പോൾ ഇങ്ങനത്തെ അസുഖം കാരണം ഉണ്ടാവുന്ന കിഡ്നി ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ആഴ്ച ഡയാലിസിസ് സപ്പോർട്ട് കൊടുക്കുന്നതും ഇതിന് പുറമെ ആ അസുഖത്തിന് നമ്മൾ ആന്റിബയോട്ടിക്കും എല്ലാം കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ക്രോണിക് കിഡ്നി ഇഞ്ചുറി എന്ന് വെച്ചാൽ നമ്മൾ സ്ഥായിയായിട്ടും കിഡ്നിക്ക് ഉണ്ടാകുന്ന പ്രവർത്തനം കുറവാണ്. അതായത് സാവകാശം അവരുടെ ബ്ലഡിന് ക്രിയാറ്റിനിൻ സാവകാശം കൂടി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഭാവിയിൽ 2 ഓപ്ഷനാണ് അവർക്ക് കൊടുക്കാറ്. ഒന്ന് ഡയാലിസിസും, ഒന്ന് ജീവിതകാലം മൊത്തം ഡയാലിസിസ് ചെയ്യുന്നതും, രണ്ടാമത്തേത് ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്ഷൻ. അതുപോലെ തന്നെ ഡയാലിസിസിന്റെ കാര്യം, നമ്മൾ ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചികിത്സാ രീതിയാണ് ഈ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഡയാലിസിസ്? അതുപോലെ തന്നെ അത് തുടങ്ങേണ്ട ഒരു സമയമുണ്ടോ? അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാം, ക്രോണിക് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാം. ഇതിലെ ക്രോണിക് കിഡ്നി ഇഞ്ചുറി എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റേജ് ഒരു 1, 2, 3, 4, 5 വരെ ആയിട്ട് പറയും. ഏകദേശം 10 മുതൽ 15% വരെ മാത്രം കിഡ്നിയുടെ പ്രവർത്തനം ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് 5 സ്റ്റേജ്. ആ സമയത്താണ് നമ്മൾ ഡയാലിസിനെ പറ്റി പേഷ്യന്റിനോട് സംസാരിക്കുന്നതും അതിന്റെ ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 10 മുതൽ 15% വരെ മാത്രമേ രോഗിക്ക് കിഡ്നിയുടെ പ്രവർത്തനം ഉണ്ടാകുന്നുള്ള സമയത്ത് നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കുന്നതാണ്. അതിൽ ഡയാലിസിസിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹീമോഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോഡയാലിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വഴി ചെയ്യുന്ന ഡയാലിസിസ് ആണ്. അതായത് രോഗികൾ മിക്കവാറും ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്ന രീതിയിലുള്ള ഡയാലിസിനാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യന്റ് വയറിൽ ചെയ്യുന്ന ഒരു ട്യൂബ് ഇട്ടിട്ട് അതുവഴി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയാലിസിസ്. ഈ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ രോഗിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? കിഡ്നി രോഗം സാവകാശം കൂടുന്നതനുസരിച്ച് തന്നെ രോഗിക്ക് നമ്മൾ മിക്ക രോഗികളോട് നമ്മൾ പറയുന്നത്, അതായത് കിഡ്നിയുടെ ഒരു മെയിൻ പ്രവർത്തനം എന്ന് വെച്ചാൽ ശരീരത്തിലെ പൊട്ടാഷ്യം, സോഡിയം,
അതിന് പുറമെ വെള്ളം പുറമെ ഫോസ്ഫറസ് തുടങ്ങിയ ഇലക്ട്രോലൈറ്റ് എല്ലാം കിഡ്നിയിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നി ഫെയിലിയർ ആവുന്നത് എന്ന് വെച്ചാൽ ഏകദേശം 10% വരെ അതിന്റെ പ്രവർത്തനം കുറയുന്നതനുസരിച്ച് ഇങ്ങനത്തെ ഓരോ ഇലക്ട്രോലൈറ്റ് ശരീരത്തിൽ കൂടുന്നതായിരിക്കും. അപ്പം നമ്മള് രോഗിയെ ഒരു 10% കുറയുന്നതനുസരിച്ച് അവരോട് പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണം കുറയ്ക്കണം, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കുറയ്ക്കണം, ഇതിന് പുറമെ ഫോസ്ഫറസ് കൂടുതലുള്ള ഭക്ഷണം കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏകദേശം എന്നാൽ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ രോഗികളോട് നമ്മൾ നിയന്ത്രണം പറയുന്നത് പൊട്ടാഷ്യം കുറയ്ക്കാനും ഫോസ്ഫറസ് ബ്ലഡിന്റെ ലെവലിൽ നോർമൽ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വലിയ നിയന്ത്രണം വേണ്ട. പക്ഷെ ഫോസ്ഫറസിന്റെ ലെവൽ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി പറയും. പക്ഷെ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ മിക്ക രോഗികളോട് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി പറയുന്നത്. അത് കോഴിമുട്ടയുടെ വെള്ള, ചിലപ്പോ ഇറച്ചി പദാർത്ഥങ്ങളും അവരോട് അഡ്വൈസ് ചെയ്യാം. മെയിൻ ആയിട്ട് അവർക്ക് വേണ്ടത് ഉപ്പിന്റെ അളവും വെള്ളത്തിന്റെ അളവും കുറയ്ക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യും. ഇപ്പൊ ഈ ഡയാലിസിസ് തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ടല്ലോ, അപ്പൊ അത് ആർക്കൊക്കെയാണ് അനുയോജ്യമാകുന്നത്? ഇതില് ഹീമോ ഡയാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്ന രീതിയിലുള്ള ഡയാലിസിസ് ആണ്. മിക്ക രോഗികളും അതാണ് ഓപ്റ്റ് ചെയ്യുന്നത്, കാരണം അതാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നാൽ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഡയാലിസിസ് ആണ്. നമ്മൾ ഇതിന് വേണ്ടത് തുടക്കത്തിൽ നമ്മൾ വയറിലേക്ക് ഒരു ചെറിയൊരു ഓപ്പറേഷൻ വഴി ഒരു ട്യൂബ് ഇട്ടുന്നതാണ്. ഒരു മൈനർ ഓപ്പറേഷൻ ആണ്. ആ ട്യൂബ് ഇട്ടതിന് ശേഷം രോഗിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീമോ ഡയാലിസിസ് സാധാരണ ആഴ്ചയിൽ ഒരു 3 തവണ ഒരു 4 മണിക്കൂർ സെഷൻ ആയിട്ടാണ് ചെയ്യുക. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂയിഡ് വാങ്ങാൻ കിട്ടും. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഒരു ബാഗിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ഫ്ലൂയിഡ് നമ്മുടെ വയറിലോട്ട് ഇട്ടതിന് ശേഷം 1-2 മണിക്കൂർ രോഗിക്ക് സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന പോലെ 1-2 മണിക്കൂർ വയറിൽ വെക്കും. 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ അത് വെക്കുന്നതാണ്. അതിനുശേഷം ഈ ഫ്ലൂയിഡ് നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യും. എന്നിട്ട് രോഗി സാധാരണ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റും. ഇത് ദിവസത്തിൽ എത്ര തവണ ചെയ്യണം എന്നുള്ളത് രോഗിയുടെ ഓരോ നിയന്ത്രണത്തിന്, രോഗിയുടെ ഓരോ അസുഖത്തിന്റെയും അവരുടെ ശരീരത്തിൽ നീരുണ്ടോ, അവർക്ക് എത്രത്തോളം രോഗലക്ഷണങ്ങളുണ്ട്, അങ്ങനത്തെ ഇതിനനുസരിച്ച് നിൽക്കും. നമ്മൾ സാധാരണ രീതിയിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കരൾ അസുഖമുള്ള ആൾക്കാർക്ക്, BP യുടെ വ്യതിയാനം ഉണ്ടാവുന്ന തരത്തിലുള്ള ആൾക്കാർക്ക്, അതായത് ഹൃദ്രോഗികൾക്ക് ചിലപ്പോൾ ഹീമോ ഡയാലിസിസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് BP ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് കുട്ടികൾക്ക് ഹീമോ ഡയാലിസിസ് ചെയ്യുമ്പോൾ രോഗികളെ നമ്മൾ ഡെയിലി ഹോസ്പിറ്റലിലേക്ക് ഒന്നരാടം വെച്ച് ഈ പ്രായമായ ആൾക്കാരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ട ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് അവർക്കുള്ള ഒരു ഓപ്ഷനാണ്. അത് വയറിൽ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് രോഗിക്കോ അല്ലെങ്കിൽ രോഗിയുടെ ഒപ്പമുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഇത് തന്നെയായിരിക്കും ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓരോ അസുഖമുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് അവർക്കൊക്കെ ആയിരിക്കും ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ അതിന്റെ ഒരു ഗുണം ഉണ്ടാവുക. അങ്ങനെയാണോ നമ്മൾ അതിനെ നോക്കേണ്ടത്? പെരിറ്റോണിയൽ ഡയാലിസിസും ഹീമോ ഡയാലിസിസും നമ്മൾ എടുത്തെത്തുന്ന ആൾക്കാർക്ക് 2 ഓപ്ഷൻ കൊടുത്താലും രണ്ടും രോഗിക്ക് കുഴപ്പമില്ലാത്തതാണ്. നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് കുട്ടികൾക്ക് ഹീമോ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മിക്കവാറും ചെറിയ ഞരമ്പുകൾ വഴിയായിരിക്കും ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഹീമോ ഡയാലിസിസ് ചെറിയ ഞരമ്പുകളൊന്നും കുട്ടികൾക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ ആ ഓപ്പറേഷൻ ചിലപ്പോൾ ഫിസ്റ്റുല ഉണ്ടാക്കുന്ന സർജറി എല്ലാം സക്സസ് ആവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് വയറ് വഴി ഡയാലിസിസ് ചെയ്യുന്നത് ഈ ചെറിയ പ്രായക്കാർക്കും പിന്നീട് പ്രായം കൂടിയ ആൾക്കാർക്കും ചിലപ്പോൾ കൈയിന്റെ ഓപ്പറേഷൻ ഫിസ്റ്റുല സർജറി ചെയ്തു കഴിഞ്ഞാൽ അത് ഫെയിൽ ആവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അങ്ങനത്തെ കാരണം കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. എന്നാലും ഒരു രോഗി നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹീമോ ഡയാലിസിസ് ഓപ്ഷനും പെരിറ്റോണിയൽ ഡയാലിസിസ് ഓപ്ഷനും രണ്ടും ഒരേപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ വൃക്ക മാറ്റിവെക്കൽ. നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് വൃക്ക മാറ്റിവെക്കൽ? അതുപോലെ തന്നെ എല്ലാ രോഗികൾക്കും ഇത് സാധ്യമാണോ? വൃക്ക മാറ്റിവെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ കിഡ്നിയുടെ ഫെയിലർ, ക്രോണിക് കിഡ്നി ഫെയിലർ ഉണ്ടായ ഒരു രോഗി, അങ്ങനെയുള്ള രോഗിക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ വൃക്ക മാറ്റിവെക്കുന്നതാണ്. കാരണം ഒരു വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ആ വൃക്ക ഏകദേശം 10 മുതൽ 20 കൊല്ലം വരെ ആവറേജ് ആയിട്ട് നിലനിൽക്കുന്നതാണ്.
അതിന്റെ മാറ്റം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മൾ സാധാരണ രീതിയിൽ ഈ ബാക്കി അസുഖങ്ങൾ, അതായത് വൃക്ക മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന് വേറെ കുറച്ച് ആരോഗ്യസ്ഥിതി ആദ്യം നോക്കും. ഈ ആരോഗ്യം നല്ലതാണോ, കിട്ടുന്ന രോഗിക്ക് ഈ വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷനുകളും ഗുളികകളും താങ്ങുമോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. എന്നാലും പ്രായം കുറഞ്ഞിട്ടുള്ള വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത, വേറെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും നിയന്ത്രണത്തിൽ ആയിട്ടുള്ള രോഗികൾക്കാണ് നമ്മൾ വൃക്ക മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുക. പ്രായം കൂടിയവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും അവരുടെ ആരോഗ്യസ്ഥിതി അതെല്ലാം ചെക്കപ്പ് ചെയ്തിട്ട് അതിന് ഈ ഒരു മേജർ ഓപ്പറേഷൻ അവർ ഓപ്പറേഷൻ താങ്ങാൻ അവർ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും എപ്പോഴും ജീവിതകാലം മൊത്തം ഡയാലിസിസ് ചെയ്യുന്നതിനെക്കാട്ടും ഉചിതം എപ്പോഴും വൃക്ക മാറ്റി വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയല്ലേ ഈ വൃക്ക മാറ്റിവെക്കുമ്പോൾ ഈ രക്തഗ്രൂപ്പ് പൊരുത്തം അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതെങ്ങനെയാണത്? അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ഇതില് മുമ്പത്തെ ഗൈഡ് ലൈൻ വെച്ചിട്ട് രക്തം ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള രോഗികളായിരുന്നു മിക്കപ്പോഴും ഇത് മാറ്റി വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ബ്ലഡ് ഗ്രൂപ്പുള്ള രോഗികൾക്കും വേണമെങ്കിൽ വൃക്ക കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിന് തുടക്കത്തില് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ഒരു 5-6 മാസം അത് റിജക്ഷൻ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ അത് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മുമ്പത്തെ അതേ നമ്മൾ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുന്ന രോഗികൾക്ക് കിട്ടുന്ന അതേ സക്സസ് റേറ്റ് തന്നെയാണ് വേറെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുന്ന രോഗികൾക്ക് കിട്ടുന്നത്. തുടക്കത്തിലുള്ള കുറച്ച് ചേഞ്ചസുകൾ ഉണ്ട്. അതായത് ഇവര് പ്ലാസ്മ മാറ്റി വെക്കുന്നത് ഈ സർജറിയുടെ സമയത്ത് അതിനു മുന്നേ തന്നെ ചിലപ്പോൾ പ്ലാസ്മ മാറ്റി വെക്കുന്ന ട്രീറ്റ്മെന്റ് വേണ്ടി വരും, ചിലപ്പോൾ വേറെ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വേറെ അതായത് നമുക്ക് ഈ കിഡ്നി മാറ്റി വെക്കുന്നത് ചിലപ്പോൾ കടാവർ കിഡ്നി, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളിന് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എപ്പോഴും വേറെ ബ്ലഡ് ഗ്രൂപ്പിന് കൊടുക്കുന്നതായിരിക്കും. ഈ ജീവനുള്ള ദാതാവിൽ നിന്ന് ഈ വൃക്ക മാറ്റി വെക്കുമ്പോൾ അതിന്റെ ഒരു ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ജീവനുള്ള ദാതാവ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് കുറച്ച് എലക്റ്റീവ് ആയിട്ടാണ്. അതായത് നമ്മൾ എല്ലാം തീരുമാനിച്ച് ഇത് കൊടുക്കുന്ന ആള് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഫിറ്റ് ആണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കും. അതിന് പുറമെ ഈ റെസിപ്പിയന്റ് ആയിട്ടുള്ള ആളും ഓപ്പറേഷൻ ഫിറ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കും. നമുക്ക് സാവകാശം എന്തൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. ഇതിന് പുറമെ ഓപ്പറേഷൻ സമയത്ത് ഈ രണ്ടുപേരുടെ ഓപ്പറേഷൻ ഏകദേശം ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പോ ഈ കിഡ്നി, ഈ ഡോണറിൽ നിന്ന് കിഡ്നി എടുത്ത് നമ്മുടെ റെസിപ്പിയന്റിലോട്ട് നമ്മൾ തുന്നി യോജിപ്പിക്കുന്നത് ഇടയിൽ അധികം സമയം വരുന്നില്ല. ഏകദേശം 1 മണിക്കൂറോട് ഈ കാര്യങ്ങളെല്ലാം നടന്ന് കഴിയുന്നതാണ്. എന്നാൽ മസ്തിഷ്ക മരണമാകുമ്പോൾ ഇത് ചിലപ്പോൾ നടക്കുന്നത് ചിലപ്പം കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കും. നമ്മുടെ റെസിപ്പിയന്റ് ആയിട്ടുള്ള വൃക്കരോഗി ചിലപ്പം വേറെ ഏതെങ്കിലും ജില്ലയിലായിരിക്കും. അപ്പം അവിടെ മുതൽ ഇവിടെ വരെ രോഗി, അതായത് ഈ കിഡ്നി ട്രാവൽ ചെയ്യുന്ന സമയത്തൊന്നും കിഡ്നിക്ക് സാധാരണ രീതിയിൽ കിട്ടേണ്ട രീതിയിലുള്ള രക്തോട്ടമൊന്നും കിട്ടുന്നുണ്ടാവില്ല. പൊതുവേ ഉള്ളൊരു സംശയമാണ്, ഡയാലിസിസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഈ വൃക്ക മാറ്റിവെച്ചവരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയുമോ എന്നുള്ളത്. എന്താണ് അതിനുള്ള മറുപടി? ഇതില് സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു കിഡ്നിയുടെ പ്രവർത്തനം പറ്റ കുറയുന്ന സമയത്തായിരുന്നു. അപ്പോ ആകെ നമ്മൾ ഡയാലിസിസ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞ രോഗികളോട് നിയന്ത്രിക്കാൻ പറയുന്നത് നിയന്ത്രിക്കാൻ പറയുന്നത് ആകെ വെള്ളത്തിന്റെ അളവും ഉപ്പിന്റെ അളവും ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ എണ്ണം മാത്രമാണ്. അതിന് പുറമെ ബാക്കി അവർക്ക് ആ ഒരു ഡയാലിസിന് വേണ്ടിയിട്ട് ഹീമോഡയാലിസിസ് ആണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് ഒരു ആഴ്ചയിൽ 3 ദിവസം വരേണ്ടി വരും. അതിന് പുറമെ അവർക്ക് സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന പോലെ ജോലി ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ രോഗിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒരു 5-6 മാസം കുറച്ച് ക്രിട്ടിക്കലാണ്. അതിൽ തന്നെ ആദ്യത്തെ 1 മാസം അവർക്ക് ഇൻഫെക്ഷൻ എല്ലാം വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഈ ഒരു 5-6 മാസം കഴിഞ്ഞാൽ അവർ സാധാരണ ജീവിതം പോലെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇനി വൃക്ക നൽകുന്ന ഒരാളെ കുറിച്ചാണ്. അത് ഇപ്പൊ ശസ്ത്രക്രിയ അവർക്ക് എത്രത്തോളം അപകടകരമാണ്? അതുപോലെ തന്നെ ഒരു വൃക്കയുമായിട്ട് ഒരു സാധാരണ ജീവിതം ഒരാൾക്ക് നയിക്കാനാകുമോ? വൃക്ക കൊടുത്ത ഒരാൾ, നമ്മള് വൃക്ക കൊടുക്കാൻ വിചാരിച്ച ഒരാൾ, നമ്മൾ അതിന് മുന്നേ തന്നെ ഈ കൊടുക്കാൻ വിചാരിച്ച ആൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക.
അവർക്ക് പ്രമേഹം ഉണ്ടോ, ബ്ലഡ് പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അവർക്ക് കുറച്ച് ഒബീസിറ്റി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, കല്ലിന്റെ അസുഖം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ ചെക്ക് ചെയ്യും. അതിന് പുറമെ ഇവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം, മറ്റ് കാര്യങ്ങളെല്ലാം നോക്കും. ഇതിനുശേഷം ഇതെല്ലാം നോർമൽ ആയിട്ടാണ് ഉള്ളതെങ്കിൽ പിന്നെ ഇവർക്ക് വൃക്ക കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. സാധാരണ രീതി ഒരാൾക്ക് ജീവിക്കാൻ ഒരൊറ്റ കിഡ്നി മാത്രം മതി. അത് വെച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ ആള് അതായത് ഓപ്പറേഷന്റെ ഒരു 1-2 ആഴ്ച, ഓപ്പറേഷന്റെ സമയത്ത് ഒരു 1-2 ആഴ്ച റെസ്റ്റ് വേണ്ടി വരും. അതിനുശേഷം ഒരു സാധാരണ ജീവിതം തന്നെയാണ് നയിക്കുന്നത്. ഒരു വർഷത്തിൽ അവർക്ക് പിന്നെ ചെക്കപ്പ് ചെയ്ത് നോക്കേണ്ടി വരും. അതായത് കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്, മൂത്രത്തിൽ പ്രോട്ടീന്റെ അളവ് കൂടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു വർഷത്തിൽ ഇടയ്ക്ക് നോക്കേണ്ടി വരും. പിന്നീട് അവരോട് പറയുന്നത് ഇടയ്ക്ക് വർഷത്തിൽ ബ്ലഡ് പ്രഷർ നോക്കാനും, അതിന് പുറമെ പുകവലി ഒഴിവാക്കുക, വെയിറ്റ് കൂടുന്നത്, അതായത് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൃക്കദാതാവിന് ജീവിതകാലം മൊത്തം ഒരു ബുദ്ധിമുട്ടും അത് കാരണം ഉണ്ടാകുന്നില്ല. വൃക്ക മാറ്റിവെച്ച രോഗികൾക്ക് ഒരുപാട് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണല്ലോ. അപ്പൊ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് വൃക്ക മാറ്റിവെക്കുന്നതിന് നമ്മൾ മാറ്റിവെച്ചതിന് ശേഷം ഈ രോഗികൾ അവരുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ തുടക്കത്തിൽ കഴിക്കുന്നതായിരുന്നു. അത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 6 മാസം. അതിനുശേഷവും ജീവിതകാലം മൊത്തം കഴിക്കുന്നതാണ്. പക്ഷെ ആദ്യത്തെ ഒരു 6 മാസമായിരിക്കും അതിൽ കൂടുതലായിട്ടും ഡോസ് കൂടിയ രീതിയിൽ ഉണ്ടാകുന്ന മരുന്നുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തുടക്കത്തിൽ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഇവര് വാക്സിനേഷൻ ചെയ്യുന്നതാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ മാറ്റിവെക്കുന്ന സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് തന്നെ അവർ ചെയ്യാൻ പറയുമായിരിക്കും. അതായത് ന്യൂമോകോക്കൽ, ഇൻഫ്ലുവൻസ തുടങ്ങിയുള്ള വൈറസും ബാക്ടീരിയ തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ന്യൂമോണിയ എല്ലാം വരാനുള്ള സാധ്യത കുറച്ച് കുറയ്ക്കാൻ പറ്റും. അതിന് പുറമെ അവർ 5-6 മാസത്തേക്ക് അവരോട് ഗുളിക കഴിക്കാൻ വേണ്ടി പറയും. എന്തെങ്കിലും മൂത്രത്തിൽ പഴുപ്പ് അങ്ങനത്തെ എന്തെങ്കിലും വരാനുള്ള റിസ്ക് ഉള്ള ആൾക്കാർക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്നതാണ്. പിന്നീട് അവര് സാധാരണ ഒരു മാസ്ക്, അതായത് ഏതൊരാളെയും പോലെ പ്രതിരോധശേഷി കുറയുന്ന മരുന്നുകൾ അവർ കഴിക്കുന്നത് കാരണം അവര് ഒരു പബ്ലിക് സ്പേസിലോട്ട് പോകുമ്പോൾ മാസ്ക് ഇടുന്നത് അവർക്ക് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വൃത്തിയിൽ ജീവിക്കുന്നതും നല്ലത്. അതായത് മൂത്രം ഒഴിച്ചെല്ലാം കഴിഞ്ഞാൽ കൈയെല്ലാം വൃത്തിയായിട്ട് കഴുകി വെക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഭാവിയിൽ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവായിരിക്കും. വൃക്ക രോഗികൾക്ക് കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവർക്ക് അങ്ങനെ ജോലിയിൽ തുടരാൻ കഴിയുമോ? വൃക്ക മാറ്റിവെച്ച രോഗികളോ ഡയാലിസിസ് എല്ലാം ചെയ്യുന്ന രോഗികളോ ഏത് തരത്തിലുള്ള രോഗികളായാലും അവർക്ക് ആ ഒരു സമയത്ത് ഡയാലിസിസ് സമയത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി സാധാരണ ജീവിതം പോലെ നയിക്കാൻ പറ്റുന്നതാണ്. ഇതിലെ പെരിറ്റോണൽ ഡയാലിസിസ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അത് പെരിറ്റോണൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഈ വൈറൽ ഫ്ലൂയിഡ് ഇട്ട് കയറ്റിയതിനു ശേഷം അവർ സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്നത് എന്താണോ അതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഭാവിയിൽ അവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ പറഞ്ഞതുപോലെ ഒരു 2-3 മാസം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അതിനുശേഷം വീട്ടിലത്തെ ജോലികൾ ചെയ്യാൻ തുടങ്ങാം. 5-6 മാസം കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് സാധാരണ എന്ത് ജോലിയാണെന്ന് ചെയ്ത് അതേ ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. ഈ അടുത്ത് കേൾക്കുന്നതാണ് ഈ അവയവദാനം, ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചുള്ള ഒരു അവയവദാനം. അതെങ്ങനെയാണ് നടക്കുന്നത്? ഒപ്പം തന്നെ ഈ കൂടുതൽ ആളുകൾ ഈ നമുക്കറിയാം ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ വൃക്ക ദാനം ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. എങ്ങനെയാണത് സാധ്യമാവുന്നത്? അവയവദാനം അതായത് അവയവദാനം എന്ന് വെച്ചാൽ ബ്രെയിൻ ഡെത്ത്, അതായത് വേറെ അസുഖം ഒന്നും ഇല്ലാത്ത രോഗികൾക്ക്, വേറെ അസുഖമൊന്നും ഇല്ലാത്ത ഒരാളെ പെട്ടെന്ന് ആക്സിഡന്റിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തലച്ചോറിൽ രക്തസ്രാവം അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ട് അവരുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ ആവുന്നതിനാണ് ഈ ബ്രെയിൻ ഡെത്ത് എന്നുള്ള രീതിയിൽ പറയുന്നത്. അവരുടെ ബാക്കിയുള്ള ഓർഗൻസ് അവരുടെ പ്രവർത്തനം നോർമൽ ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ അവര് ഈ വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടെ മാത്രമായിരിക്കും അവരുടെ ആ സമയത്തുള്ള ജീവിതം നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള രോഗികൾ അവർക്ക് അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഈ കുടുംബക്കാര് ഒരു വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള ഈ അവരുടെ ഓരോ അവയവങ്ങൾ വേണമെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതിന് അവര് ആ സമയത്ത് അവർക്ക് ഇതിനെപ്പറ്റി കുറച്ചൊരു അവയർനെസ് ഉണ്ടാവുക. അതിന് പുറമെ അവര് ഈ കൊടുക്കാൻ വില്ലിങ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല അവയവങ്ങളും ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരു ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് നമുക്ക് 2 കിഡ്നി കൊടുക്കാൻ പറ്റും, ലിവർ കൊടുക്കാൻ പറ്റും, ചിലപ്പോ പാൻക്രിയാസ് ഗ്രന്ഥി ഇല്ല, ഹൃദയം,
പിന്നീട് കണ്ണിന്റെ കോർണിയ. ഇപ്പോൾ ഒരു 5-6 പേർക്ക് ഒരു പുതു ജീവൻ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഒരു ബ്രെയിൻ ഡെത്ത് രോഗി ഇതേപോലെ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്, അവരുടെ കുടുംബക്കാർ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഡോക്ടർ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, അതായത് ഈ വൃക്ക മാറ്റിവെച്ച രോഗികൾക്ക് ഗർഭധാരണം സാധ്യമാണോ? വൃക്ക മാറ്റിവെച്ച രോഗികൾ ആദ്യത്തെ 1-2 ഒരു വർഷം നമ്മൾ ചിലപ്പോ കഴിക്കുന്ന മരുന്ന് എല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ഗർഭധാരണം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കാം. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു വർഷം ഒരു കുഴപ്പവുമില്ല, കിഡ്നിയുടെ പ്രവർത്തനം നോർമലായി നിൽക്കുകയാണ്, ബ്ലഡ് പ്രഷർ നോർമലായിട്ട് നിൽക്കുന്നുണ്ട്, മൂത്രത്തിൽ പ്രോട്ടീന്റെ അളവൊന്നും കാണുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 വർഷം നമ്മൾ തുടക്കത്തിൽ നോക്കും മാറ്റിവെച്ചിട്ട്. അതിലെല്ലാം നോർമലായി നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് കിഡ്നി ഒരു റിജക്ഷന്റെ ഫീച്ചേഴ്സ് ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൽ ഈ പ്രഗ്നൻസിയിലും പിന്നെ പാല് കൊടുക്കുന്ന സമയത്തും കഴിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മരുന്നുകളുണ്ടാവും. അപ്പൊ ആ മരുന്നുകളിലോട്ട് മാറ്റി നോക്കി 1-2 മാസം ചെയ്ത് നോക്കിയതിനു ശേഷം അതിലൊന്നും കുഴപ്പമില്ല തോന്നുകയാണെങ്കിൽ പിന്നീട് ഇവര് ഗർഭധാരണം ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന് പുറമെ അവർ ഇടക്ക് ഓരോ മാസവും ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴും ചെക്കപ്പ് ചെയ്ത് നോക്കേണ്ടി വരും. അതായത് ബ്ലഡ് പ്രഷറിന് എന്തെങ്കിലും വ്യതിയാനം വരുന്നുണ്ടോ, യൂറിനിൽ പ്രോട്ടീൻ എന്തെങ്കിലും കൂടുതലായിട്ട് കാണുന്നുണ്ടോ, അവരുടെ ക്രിയാറ്റിനിൻ കൂടുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നന്റ് ആവുന്നതിൽ ഭാവിയിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും വരാൻ പറ്റും. ശരി, എന്തായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വൃക്ക തകരാറിലായ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജാൻഷി റോഷനാണ്. ഡോക്ടർ, വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.